ഹേയ് ഹലോ, അപ്പോൾ നമുക്ക് ആ ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. എൻ്റെ വോട്ടായിട്ടിനിടെ കണ്ടവർക്കറിയാം, ഞാനൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മുടെ സ്പൈസസ്, അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ്. നെക്സ്റ്റ് നമ്മുടെ ചെറിയുള്ളി മസ്റ്റാണേ. അതിനുശേഷം ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ കുറച്ച് കറിവേപ്പിലയും. നെക്സ്റ്റ് ഒരു പിടി കുരുമുളകാണ്. കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തത് മാരിനേഷന് വേണ്ട മസാല പ്രിപ്പറേഷൻ ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മട്ടൺ പീസസ് ആണ്. ഇത് ഏത് മീറ്റിൽ വേണ്ടെങ്കിലും ആക്കാം, അതായത് ബീഫോ ചിക്കനോ ഏതിൽ വേണ്ടെങ്കിലും ആക്കാം. ഈ ഒരു മീറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 hour ഫ്രിഡ്ജിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു മസാലയും പിന്നെ ബാക്കിയുള്ള പൊടികൾ, അതായത് നമ്മുടെ മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ ഉപ്പും കേടും, അതായത് തൈര് മസ്റ്റാണ് ഇതിന്. അതുപോലെ മട്ടൺ മസാല ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇപ്പൊ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാലയും ബീഫ് ആണെങ്കിൽ ബീഫ് മസാലയും നന്നായി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 1/2 hour കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ എടുത്ത ആ ഒരു മീറ്റിന്റെ വേവിനനുസരിച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ മട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു 5-6 വിസിൽ പോയിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ ആണെങ്കിൽ 1-2 മതി. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. ഒരു പാൻ വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും 1 സ്പൂണ് നെയ്യും ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ സ്പൈസസും കാര്യങ്ങളെല്ലാം ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ ഉള്ളി ഒന്ന് നന്നായിട്ട് സോട്ടായി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് തക്കാളി. ഇതിന്റെയൊക്കെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയും ഇട്ട് കൊടുക്കാം. അത് നന്നായി സോട്ടായി വന്നതിന് ശേഷം മട്ടൻ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തില്ല. ഒന്നാമത് നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മാരിനേഷനിൽ പച്ചമുളക് ഓൾറെഡി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല എരിവുണ്ടാവും. അപ്പൊ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അരിക്ക് കണക്കായ വെള്ളമൊഴിച്ച് അതൊന്ന് തിളച്ചതിന് ശേഷം അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പൊ ഈ ഒരു ബിരിയാണിയുടെ പോസ്റ്റ് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ബിരിയാണി തന്നെയല്ലേ, പുട്ടൊന്നും അല്ലല്ലോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ബിരിയാണി തന്നെയാണെന്നുള്ളത്. നമ്മൾ സാധാരണ ദം ബിരിയാണി അല്ല, ഒരു തരം ഒരു ടൈപ്പ് ഓഫ് ചെന്നൈ ബിരിയാണി, അതായത് ഒതന്റിക് ചെന്നൈ ബിരിയാണിയും അല്ല, ആ ഒരു ടൈപ്പ്. പിന്നെ പുതിനയിലയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇത് കണ്ടിട്ടൊന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഏത് മീറ്റാണോ പറ്റുക അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം. പറ്റുമെങ്കിൽ ഒന്ന് കമന്റും കൂടി ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.